അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ലിസാനുൽ ഖുർആൻ്റെ എക്സാം ഇന്ന് അവസാനിച്ചു. അൽഹംദുലില്ലാഹ്, എല്ലാ മക്കളും നന്നായി പരീക്ഷ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നാളെ നമുക്ക് താരീഖിൻ്റെ എക്സാമാണ്. അപ്പോൾ അതിൽ പ്രധാനമായും വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഓക്കെ, ഒന്നാം പാഠമാണ് ആദ്യത്തെ ക്ഷണം. ഇതിൽ പ്രധാനമായും വരുന്ന കാര്യങ്ങൾ: ഒന്ന്, നബി തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതൽ? എപ്പോൾ? നുബുവത്ത് ലഭിച്ചതിന് ശേഷം. ആദ്യത്തെ 3 വർഷക്കാലം എങ്ങനെയായിരുന്നു ക്ഷണിച്ചിരുന്നത്? രഹസ്യമായിട്ടായിരുന്നു പ്രബോധന സമയത്ത് നബി തങ്ങൾ ഉപദേശിച്ചത് എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ടായിരുന്നു? വിഗ്രഹാരാധന വർജിക്കാനും ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും നബി തങ്ങൾ ഉപദേശിച്ചു. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്നൊരു ഭാഗമാണ് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ആരെല്ലാമാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് എന്നുള്ളത്. പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ നിന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, കുട്ടികളിൽ നിന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ഈ 4 പേരെയും നിങ്ങൾ എങ്ങനെയായാലും പഠിച്ചിരിക്കണം. കാരണം ഇതുവരെ കഴിഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചോദ്യം തീർച്ചയായും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ നന്നായി പഠിക്കണം. ഇനി അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോൾ എത്ര വയസ്സായിരുന്നു പ്രായം എന്നുള്ളത്. 10 വയസ്സായിരുന്നു പ്രായം. പിന്നെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മുസ്ലിങ്ങളെ ഖുറൈശികൾ ആക്രമിക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെ പ്രബോധനം വളരെ രഹസ്യമായിട്ട് ദാറുൽ അർക്കമിൻ്റെ വീട്ടിൽ വെച്ചാണ് പ്രബോധനം നടത്തിയത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ദാറുൽ അർക്കം അഥവാ അർക്കമിൻ്റെ വീട് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒന്നാം പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. ഇനി രണ്ടാം പാഠം നോക്കാം. പ്രബോധനം പരസ്യമാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ 3 വർഷക്കാലം വളരെ രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം, ദാറുൽ അർക്കമിൻ്റെ വീട്ടിൽ വെച്ചിട്ടൊക്കെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പ്രബോധനം പരസ്യമാകാൻ പോവുകയാണ്. ഓക്കെ, പ്രബോധനം പരസ്യമായതെപ്പോഴാണ്? ഒരു ദിവസം നബി തങ്ങൾ സഫാ കുന്നിൻ്റെ മുകളിൽ കയറി ഖുറൈശികളെയൊക്കെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ഈ കുന്നിൻ്റെ പിറകിലൂടെ ഒരു സംഘം ആളുകൾ, ഒരു ടീം ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും, കാരണം നബി തങ്ങൾ കളവ് പറയുകയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെ നബി തങ്ങൾ പിന്നീട് അവരോട് പറയാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ്, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാം. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കുക, രക്ഷിക്കുക. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, തബ്ബല്ലക്ക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തബ്ബല്ലക്ക, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ആ വാക്ക് അബൂലഹബ് തബ്ബല്ലക്ക എന്ന് പറഞ്ഞതിന് ശേഷമാണ് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന സൂറത്ത് ഇറങ്ങിയത്. അറിയാലോ, തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന സൂറത്ത് ഇറങ്ങിയത്. ആ സൂറത്ത് ഇറങ്ങിയതിന് ശേഷമാണ് പരസ്യ പ്രബോധനം ആരംഭിക്കുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോഴാണ് നബി തങ്ങൾ ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ഒരു ചോദ്യമാണ്, നബി തങ്ങൾ ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ്? അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോൾ മുതൽ. ക്ലിയർ ആയല്ലോ? അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോൾ മുതലാണ് പരസ്യ പ്രബോധനം ആരംഭിച്ചത്. ഓക്കെ, പിന്നെ പരസ്യ പ്രബോധനത്തോടു കൂടി ഖുറൈശികൾ നബി തങ്ങളെയും സ്വഹാബികളെയും ഭയങ്കരം ആക്രമിക്കാനൊക്കെ തുടങ്ങി. ഇനി ബാക്കി പറയുന്നത് 3-ാം ചാപ്റ്ററിൽ നോക്കാം. ഇങ്ങനെ അക്രമം വളരെ ബുദ്ധിമുട്ടായപ്പോൾ, ഒരു നിലക്കും ഇസ്ലാമിലെ മുസ്ലിങ്ങൾക്ക് മക്കയിൽ താമസിക്കാൻ കഴിയാതെ വന്നപ്പോൾ നബി തങ്ങൾ മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കൊള്ളുക. ഓക്കെ, അഭയാർത്ഥികളായി എത്തുന്നവരെ ആക്രമിക്കാത്തൊരു രാജാവ് അവിടെയുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു. നബി തങ്ങൾ ഇതെപ്പോഴാണ് പറഞ്ഞത്? മക്കയിലെ മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഹമായപ്പോൾ, വളരെയധികം ബുദ്ധിമുട്ടിലായപ്പോൾ. അങ്ങനെ ബുദ്ധിമുട്ടിലായപ്പോൾ അവർക്ക് ഹിജറ പോകാൻ അനുവാദം നൽകിക്കൊണ്ട് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കായിരുന്നു ഇത്.
ഓക്കെ, അങ്ങനെ അനുവാദം ലഭിച്ചു. ആദ്യത്തെ ട്രിപ്പിൽ ആദ്യം പോയത് 10 പുരുഷന്മാരും 4 സ്ത്രീകളും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി എത്യോപ്യയിലേക്ക് ഹിജറ പോയപ്പോൾ എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പേരാണ്? 10 പുരുഷന്മാരും 4 സ്ത്രീകളും. ഓക്കെ, അങ്ങനെ ഖുറൈശികളൊന്നും അറിയാണ്ട് അവരെ കണ്ണിലൊന്നും പെടാണ്ടായിരുന്നു അവരുടെ യാത്ര. ഓക്കെ, അങ്ങനെ എത്യോപ്യയിലെത്തിയപ്പോൾ എത്യോപ്യൻ രാജാവായ നജാഷി, രാജാവിൻ്റെ പേര് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്യോപ്യൻ രാജാവായ നജാഷി അവരെ സ്വീകരിച്ചു. അവർക്ക് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും എല്ലാ ആരാധനകൾക്കുമുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം എത്യോപ്യയിൽ നൽകി. അങ്ങനെ അവിടെ അവർ നല്ല റാഹത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഈ പോക്കുണ്ടല്ലോ, ഫസ്റ്റ് ഹിജറ പോയത് നുബൂവത്തിൻ്റെ 5-ാം വർഷം റജബ് മാസത്തിലായിരുന്നു. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആദ്യമായിട്ട് എത്യോപ്യയിലേക്ക് ഹിജറ പോയത് എത്രാം വർഷം എന്നുള്ള ചോദ്യം. നുബൂവത്തിൻ്റെ 5-ാം വർഷം റജബ് മാസം. ഓക്കെ, ഇനി അങ്ങനെ അവരവിടെ നല്ല റാഹത്തിൽ കഴിഞ്ഞ് വരുന്നതിനിടയിൽ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ മക്കയിലുള്ളവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു കള്ള വാർത്ത എത്യോപ്യയിൽ കഴിയുന്ന മുസ്ലിങ്ങളെ കേട്ടു. ഓക്കെ, അവിടെ അത് പറഞ്ഞു. അതൊരു കള്ള വാർത്തയായിരുന്നു. ആ വാർത്ത കേട്ടപ്പോൾ നമുക്ക് റാഹത്തായി. അവിടെ ഉള്ള മക്കയിലുള്ളവരൊക്കെ മുസ്ലിങ്ങളായി, നമുക്ക് ഇനി സമാധാനത്തോടെ മക്കയിൽ കഴിയാമെന്ന് കരുതി എത്യോപ്യയിലുള്ള മുസ്ലിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ മക്കയിൽ തിരിച്ചെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഖുറൈശികളുടെ മർദ്ദനം വളരെയധികം ശക്തിയായി. അപ്പോൾ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. മുസ്ലിങ്ങൾ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരാൻ കാരണം എന്താണ്? എന്താണ് കാരണം? മക്ക നിവാസികളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത. ഓക്കെ, മക്ക നിവാസികളെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊരു വാർത്ത എത്യോപ്യയിൽ പ്രചരിച്ചപ്പോഴാണ് അവർ മക്കയിലേക്ക് തിരിച്ചു വന്നത്. ഓക്കെ, അങ്ങനെ ഭയങ്കര അക്രമം കൂടി അവസാനം എന്ത് സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വീണ്ടും ഹിജറ പോകാൻ അനുവാദം നൽകി. ഇത് രണ്ടാമത് വീണ്ടും ഹിജറ പോവുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പിൽ 83 പുരുഷന്മാരും 18 സ്ത്രീകളും. ഓക്കെ, 83 പുരുഷന്മാരും 18 സ്ത്രീകളും പോയി. ഇത് രണ്ടാമത്തെ യാത്രയായിരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ പാഠത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെ, അവർ ഹിജറ പോയത് എവിടേക്കാണ്, അവിടെ പോവാനുള്ള കാരണം എന്താണ്, ഇവിടുന്ന് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അക്രമം കൂടുതലായപ്പോൾ, പിന്നെ എത്യോപ്യ എന്ന രാജ്യം തിരഞ്ഞെടുക്കാനുള്ള കാരണം അവിടെ സ്വീകരിക്കുന്ന ഒരു രാജാവ് അവിടെയുണ്ട്, നജാഷി, അതുകൊണ്ടാണ് അവിടെ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ ആദ്യത്തെ പോക്ക് ഏത് വർഷം ഏത് മാസം, ആ പോക്കിൽ എത്രയെല്ലാം പേരുണ്ടായിരുന്നു, രണ്ടാമതായിട്ട് ഹിജറ പോയത് ഏത് വർഷം, രണ്ടാമതായി ഹിജറ പോയപ്പോൾ അതിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ തദ്രീബാത്തിൽ അന്വേഷിച്ചു കണ്ടെത്താം എന്നുള്ളൊരു ഭാഗം. എത്യോപ്യ എന്നതിന് നേരെ ഈക്വൽ ടു ഇട്ടിട്ട് ഹബഷ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എത്യോപ്യ എന്നുള്ള രാജ്യത്തിൻ്റെ പേരാണ് ഹബഷ. അതുപോലെ തന്നെ നജാഷി എന്നുള്ളതിൻ്റെ മറ്റൊരു നെയിമാണ് നേഗഷ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതോ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളിതും ഒന്ന് പോയിന്റ് ചെയ്യണം. ഓക്കെ, എത്യോപ്യ, ഹബഷ, നജാഷി, നാഗഷ്. ഇനി നമ്മുടെ അവസാന ചാപ്റ്റർ ദുഃഖവർഷം. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഖുറൈശികൾ ഒരു പ്രഖ്യാപനം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികൾക്ക് വിട്ടു നൽകണമെന്നൊരു പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. പക്ഷേ അബൂ ത്വാലിബ് ആ ആവശ്യം സമ്മതിച്ചില്ല, നിരാകരിച്ചു. ആ കാര്യത്തിൽ അബൂ ത്വാലിബ് നബി തങ്ങളെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഖുറൈശികൾക്ക് എന്തായി? വാശിയേറി. അവർ ഖുറൈശികളെ നബി കുടുംബത്തിന് നേരെ നിസ്സഹകരണം ഏർപ്പെടുത്തി. അതായത് നബി കുടുംബത്തിന് നേരെ ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല എന്നവർ പ്രഖ്യാപിച്ചു. എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ നിസ്സഹകരണം ഏർപ്പെടുത്തിയത്? ഭക്ഷണം, വെള്ളം, തീ എന്നിവയിലെല്ലാം ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ അവിടെ മക്കയിൽ ഖുറൈശികളുടെ ഇടയിൽ താമസിക്കുക ബുദ്ധിമുട്ടായപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു മലഞ്ചെരുവിലേക്ക് താമസം മാറ്റി. ആ മലഞ്ചെരുവിൽ 3 വർഷക്കാലം വളരെ പ്രയാസപ്പെട്ടാണ് അവരവിടെ കഴിഞ്ഞു പോയത്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആരാണ് ആ ആവശ്യം നിരാകരിച്ചത് എന്നുള്ളതിന് അബൂ ത്വാലിബ്. നിസ്സഹകരണം പ്രഖ്യാപിച്ചപ്പോൾ എന്തെല്ലാം ഉപരോധത്തിലാക്കി? ഭക്ഷണം, വെള്ളം, തീ മുതലായവയെല്ലാം. അങ്ങനെ മുസ്ലിങ്ങൾ താമസിച്ചത് എവിടെയാണ്? ഒരു മലഞ്ചെരുവിൽ. അവിടെ 3 വർഷക്കാലം താമസിച്ചു. ഈ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഖുറൈശികളിൽ നിന്ന് ചിലരൊക്കെ തന്നെ ഇടപെട്ട്
എന്ത് ചെയ്തു? ആ നിസ്സഹകരണം ഒഴിവാക്കി, അവസാനിപ്പിച്ചു. അങ്ങനെ മലമുകളിൽ താമസിക്കുന്ന നബിതങ്ങളും കുടുംബവും തിരിച്ച് മക്കയിലേക്ക് തന്നെ ഇറങ്ങി വന്നു. അവിടെ ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അബൂ ത്വാലിബിന് രോഗം ബാധിച്ചു. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്തു. ഓക്കെ, അബൂ ത്വാലിബിന് രോഗം ബാധിച്ചു, മരിച്ചു. അബൂ ത്വാലിബ് മരണപ്പെട്ട 3-ാം ദിവസം തന്നെ നബിയുടെ പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും മരണപ്പെട്ടു. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ നബി തങ്ങളുടെ പ്രിയ പത്നി ഖദീജ ബീവി മരണപ്പെട്ടത് എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് എന്ത് പറയാം? അബൂ ത്വാലിബ് മരണപ്പെട്ട 3-ാം ദിവസം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നബി തങ്ങൾക്ക് താങ്ങും തണലും ഫുൾ സപ്പോർട്ടായി നിന്നിരുന്ന 2 പ്രധാന വ്യക്തികളാണ് മരണപ്പെട്ടത്, അബൂ ത്വാലിബും ഖദീജ ബീവിയും. അപ്പം എന്തായി? നബി തങ്ങൾ ഫിസിക്കലി മെൻ്റലി ആകെ തകർന്നു. ആ ഒരു വർഷത്തിനെയാണ് ആമുൽ ഹുസിൻ അഥവാ ദുഃഖവർഷം എന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ചത്. ആമുൽ ഹുസിൻ അഥവാ ദുഃഖവർഷം. അപ്പം ഈ ചോദ്യത്തിന് നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? ആമുൽ ഹുസിൻ അഥവാ ദുഃഖവർഷം എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? അബൂ ത്വാലിബും ഖദീജ ബീവിയും മരണപ്പെട്ട വർഷം. ഓക്കെ, ഇനി ഈ ആമുൽ ഹുസിൻ എന്നുള്ളത് എന്താണ്? നുബുവത്തിൻ്റെ 10-ാം വർഷത്തിലായിരുന്നു ആമുൽ ഹുസിൻ. അതായത് ഇനി ഇങ്ങനെ ചോദിക്കാം, ഖദീജ ബീവി മരണപ്പെട്ടത് ഏത് വർഷത്തിൽ? അപ്പോൾ നമുക്ക് ഉത്തരം പറയാം, നുബുവത്തിൻ്റെ 10-ാം വർഷം. ഓക്കെ, ഇവിടെ നമുക്കത് ക്ലിയർ ആയി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് നമുക്ക് പ്രധാനമായും ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ. നമുക്കിനി ചോദ്യപേപ്പർ ഒന്ന് നോക്കിയാലോ? നോക്കൂ, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നൊരു എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. നോക്കാം. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ ഒരുപാട് ആൻസേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ചോദ്യം 1 മാത്രമേ ഉള്ളൂ. ആ 1 ഒരു സെൻറ്റൻസ് ആണ്. അതിലൊരുപാട് ഭാഗങ്ങൾ നമുക്കിതുപോലെ വിട്ട് തന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളിലാണ് നമ്മളിത് പൂരിപ്പിച്ച് ചേർക്കേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ദഅവത്ത്, ജനങ്ങളെ വർജിക്കാനും ക്ഷണിക്കാൻ അള്ളാഹുവിനെ മാത്രം, പലരും, 3 വർഷക്കാലം. കണ്ടോ? ഇത്രയും പോയിന്റ്സ് ആണ് നമുക്കിവിടെ ബ്രാക്കറ്റിൽ ഉത്തരങ്ങളായി നൽകിയിട്ടുള്ളത്. ഇനി ചോദ്യം വായിക്കാം. നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് ഇസ്ലാമിലേക്ക് ഡാഷ് തുടങ്ങി. ആദ്യത്തെ ഡാഷ് രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം. വിഗ്രഹാരാധന ഡാഷ് ഏകനായ ഡാഷ് ആരാധിക്കാനും ഉപദേശിച്ചു. ഈ ഡാഷ് ഫലമായി ഡാഷ് ഇസ്ലാം സ്വീകരിച്ചു. ഓക്കെ, കണ്ടോ? ഒരുപാട് ഇടങ്ങളിലായിട്ട് നമുക്കവിടെ പൂരിപ്പിക്കാനായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റൻസ് ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് ഓരോ സ്ഥലത്തും യോജിച്ചത് ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് എല്ലാ മക്കൾക്കും അറിയാവുന്നതായിരിക്കും. കാരണം 1-ാം പാഠത്തിൽ തന്നെ ആദ്യമേ വരുന്നൊരു ഭാഗമാണ്. നമുക്ക് നോക്കാം. നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ജനങ്ങളെ ഇസ്ലാമിലേക്ക് ഡാഷ് തുടങ്ങി, ക്ഷണിക്കാൻ തുടങ്ങി. കണ്ടോ? ഇനി ആദ്യത്തെ ഡാഷ് രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം. ആദ്യത്തെ എത്ര വർഷം? 3 വർഷക്കാലം രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം. വിഗ്രഹാരാധന വർജിക്കാനും ഏകനായ ഡാഷ് ആരാധിക്കാനും ഉപദേശിച്ചു. ഏകനായ അള്ളാഹുവിനെ മാത്രം, കണ്ടോ? ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും ഉപദേശിച്ചു. ഈ ഡാഷ് ഫലമായി, ഈ ദഅവത്ത്, കണ്ടോ? ഈ ദഅവത്ത് ഫലമായി. ദഅവത്ത് എന്ന് പറഞ്ഞാൽ പ്രബോധനം. ദഅവത്ത്, പ്രബോധനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഓക്കെ, ഈ ദഅവത്ത് ഫലമായി ഡാഷ് ഇസ്ലാം സ്വീകരിച്ചു. എന്ത് ഇസ്ലാം സ്വീകരിച്ചു? പലരും ഇസ്ലാം സ്വീകരിച്ചു. കണ്ടോ? 7 പോയിന്റ്സ് ആണ് ഉത്തരമായിട്ട് തന്നിട്ടുള്ളത്. അതിന് 7 മാർക്കും ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വ്യക്തമാക്കാം. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവർ. ഇത് ഞാൻ നിങ്ങളോട് ആ പാഠഭാഗം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1, പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 2, സ്ത്രീകളിൽ നിന്ന് ആരാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. 3, കുട്ടികളിൽ നിന്നോ? അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4, അടിമത്ത മോചനം ലഭിച്ചവരിൽ. ആരാണ്? അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ക്ലിയർ ആണല്ലോ? ഇനി 3-ാമത്തെ ചോദ്യം നോക്കൂ. പൂർത്തിയാക്കാം. 1, അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ അംഗമാകുമ്പോൾ 10 ഡാഷ്
എന്തായിരുന്നു? 10 വയസ്സായിരുന്നു പ്രായം. ഓക്കെ. 2, എത്യോപ്യൻ രാജാവ് ഡാഷ്. എത്യോപ്യൻ രാജാവ് നജാഷി. 3, തബ്ബൻ ലക്ക. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞത്? ആരായിരുന്നു? അബൂലഹബ്. ഓക്കെ. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞത്? അബൂലഹബ്. ഇനി 4ാമത്തെ ചോദ്യം, ഉത്തരം എഴുതാം. 1, മക്കയിലെ മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഹമായപ്പോൾ പുണ്യ റസൂൽ എന്തായിരുന്നു? മക്ക മുസ്ലിങ്ങളോട് എത്യോപ്യയിലേക്ക് ഹിജറ പോകാൻ നിർദ്ദേശിച്ചു, അല്ലേ? 2ാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് എപ്പോഴായിരുന്നു? അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോൾ. ഓക്കെ. അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോഴാണ് നബി തങ്ങൾ ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത്. 3, സ്വഹാബികൾ എത്യോപ്യയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങാൻ കാരണമെന്ത്? എന്താണ്? എല്ലാവർക്കും അറിയാം, മക്ക നിവാസികളെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊരു കള്ള വാർത്ത പ്രചരിച്ചപ്പോൾ, അല്ലേ? ഇനി 4ാം ചോദ്യം നോക്കൂ. ആദ്യമായി ദീനീ പഠനം നടത്തിയത് എവിടെ വെച്ചായിരുന്നു? ദാറുൽ അർക്കം അഥവാ അർക്കമിൻ്റെ വീട്ടിൽ വെച്ചിട്ട്. ഓക്കെ. ഇനി 5ാമത്തെ ചോദ്യം, ആദ്യ എത്യോപ്യൻ ഹിജറയിലും 2ാമത്തെ യാത്രയിലും ഓക്കെ എത്ര പേരുണ്ടായിരുന്നു? ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ യാത്രയിൽ 10 പുരുഷന്മാരും 4 സ്ത്രീകളും, 2ാമത്തെ യാത്രയിൽ 83 പുരുഷന്മാരും എത്ര സ്ത്രീകളാണ്? 18 സ്ത്രീകളും. ഓക്കെ. ക്ലിയർ ആയല്ലോ? ഇത്ര സിമ്പിളാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നന്നായി എക്സാം എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ എല്ലാ മക്കളും നന്നായി പഠിക്കുക. എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.